ആ കഴിക്കും അതൊക്കെ എഴുന്നേറ്റാ മതി. ആ ആ നമസ്കാരം പ്രിയപ്പെട്ടവരെ, സന്തോഷത്തോടെ യാത്രകൾ തുടരുകയാണ്. ഈ സന്തോഷങ്ങൾക്ക് ഒരു കാരണമുണ്ട്. ആ കാരണത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. ആ കഴിക്കും എഴുന്നേക്കല്ല അവിടെ ഇന്ന് കഴിക്കുക. ആ കഴിച്ചിട്ട് പതുക്കെ എഴുന്നേറ്റാ മതി. ആ ഏഴംകുളത്ത് നിന്ന് നടന്ന വണ്ടിയില്ലായിരുന്നു. ഒത്തിരി പേര് വീഡിയോ കണ്ടായിരുന്നു. അപ്പൊ കണ്ടിട്ടേ അതിട്ട് ഞാൻ കാണിക്കാം, എൻ്റെ മൊബൈലിലുണ്ട്. ആ ഒരുപാട് കുറെ പേരെ കണ്ടു. അതിലെ ഞാനാവാം. ആണ്ടെ ഇത് ഞങ്ങളെ മോൻ്റെ കൂടെ പഠിച്ചതാണ്. നിങ്ങളൊക്കെ ഒരു ആൾക്കാരാണ്. അപ്പൊ ഒരു മൊബൈല് അപ്പച്ചന് തന്നു വിട്ടിട്ടുണ്ട്. എൻ്റെ ഇതാണ്ട് ഒരു സുമനസ് അപ്പച്ചന് തന്ന സമ്മാനമാണ്, വാങ്ങിക്കണം. ഇപ്പൊ ഒരാള് അപ്പച്ചന്റെ ഇത് കണ്ടിട്ടേ മൊബൈലിലാണ്ടപ്പോ പുള്ളിക്കാരിക്ക് ഭയങ്കര വിഷമമായി കേട്ടോ. എന്നിട്ട് പുള്ളിക്കാരി പറഞ്ഞു ഒരു മൊബൈൽ മേടിച്ചു തരാന്ന് പറഞ്ഞു. അമ്മച്ചി അങ്ങോട്ട് കയറി നിന്നു. ഇതാണ് മൊബൈൽ കേട്ടോ. കുഴപ്പമില്ല. അമ്മച്ചിയുടെ പേരെന്തുവാ? അപ്പച്ചാന്ന് പറഞ്ഞായിരുന്നു പേര്. തൊഴിലുറപ്പിനൊക്കെ പോകുന്നുണ്ടോ? അമ്മച്ചി ഒരു കേക്ക് കേട്ടോ, രണ്ടുപേരോട് മേടിച്ചു. രണ്ടുപേർക്ക് ക്രിസ്മസിന് ഒരു കേക്ക്. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ ഒക്കെ ചെയ്യുക. ആർക്കൊരു ദ്രോഹം ചെയ്യാതിരിക്കുക. ഓക്കെ. അപ്പൊ ഈ ചെടിയൊക്കെ നല്ല ചെടികളൊക്കെ ഏതാ? ഇതൊക്കെ ആരാ വെച്ച് പിടിപ്പിക്കുന്നേ? രണ്ടുപേരോടാണോ? കൊള്ളാം കേട്ടോ. വൃത്തിയായിട്ട് നന്നായിട്ട് സൂക്ഷിച്ചു. ഇതുപോലെ തങ്കപ്പെട്ട പൂവമ്പഴം പോലെ അപ്പച്ചനെ കിട്ടിയില്ല. ശരി അമ്മച്ചി. ശരി. എനിക്കിത് അത്രമേൽ പ്രിയപ്പെട്ട ഒരു ക്രിസ്തുമസ് ആകുന്നു. എന്തുകൊണ്ടെന്നാൽ രണ്ട് വൃദ്ധ നയനങ്ങളിലെ സംതൃപ്തിയുടെ തിളക്കം കാണാൻ സാധിച്ചൊരു ക്രിസ്തുമസ് ആണിത്. അവരുടെ സ്നേഹം അനുഭവിക്കാൻ സാധിച്ചു.
അതെ പ്രിയപ്പെട്ടവരെ, നിങ്ങളോടും ഈ സമ്മാനം എൻ്റെ കയ്യിൽ തന്നുവിട്ടയാളോടും എനിക്ക് പറയുവാനുള്ളത്, ചില സമ്മാനങ്ങൾ അങ്ങനെയാണ്. നാം സ്നേഹം കൊണ്ട് പൊതിഞ്ഞു കൊടുക്കുമ്പോൾ അത് അതിമധുരമുള്ളതും ഒരിക്കലും വിലമതിക്കാനാവാത്തതുമായി മാറുന്നു.